ചരണേ ഹേ അംബകലയേ ശ്രീകമലനയന ചരണേ ഹേ ഹേ. എത്രയോ വർഷം ഞാൻ ഈ ഒരു കണ്ണാടിയിൽ നോക്കിയാണ് കുട്ടിക്കാലത്ത് പാട്ട് പഠിച്ചിരിക്കുന്നത്. വല്യമ്മ തൊട്ടടുത്ത് തന്നെ കാണും പാട്ട് ഓരോന്നായിട്ട് പറഞ്ഞു തരാനായിട്ട്. അപ്പോൾ കുട്ടിയായിട്ടുള്ള ഞാൻ വല്യമ്മയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ വല്യമ്മ പറയും, എൻ്റെ മുഖത്ത് നോക്കണ്ട, നീ കണ്ണാടിയിൽ നോക്കി പാടിയാൽ മതി, അപ്പോൾ നിനക്ക് നിൻ്റെ മുഖത്തുള്ള എല്ലാ ഗോഷ്ഠികളും എന്തൊക്കെ മുഖത്ത് വരുന്നുണ്ട് എന്ന് നിനക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു തന്നിരുന്നു. അത് ഒരു കണക്കിന് നന്നായി എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. കാരണം കുട്ടികൾ പാട്ട് പഠിച്ചു തുടങ്ങുമ്പോൾ ധാരാളം മാനറിസംസ് കാണും. അപ്പം നമ്മൾ തന്നെ നമ്മളെ നോക്കി കണ്ട് പാടുമ്പോൾ, അതായത് പാട്ട് പാടുന്ന ആൾ തന്നെ അയാളുടെ ആദ്യത്തെ കാണി ശ്രോതാവ് ആവുകയാണ്. പാട്ടും നന്നാവും, കാണുന്ന ആൾക്കാർക്ക് അത് കുറച്ച് സുഖകരമായിട്ട് തോന്നുകയും ചെയ്യും. അമ്മയാണ്, അമ്മ സരോജിനി അമ്മ. വിമൻസ് കോളേജിൽ എത്രയോ വർഷം അമ്മ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രവർത്തിച്ചിരുന്നു, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. അമ്മയുടെ ചേച്ചിമാരാണ്, ചേച്ചിമ്മ എന്ന് വിളിക്കും, ശാരദാമണി, ഇത് രാധാമണി. ഇവർ രണ്ടുപേരാണ് പറൂർ സിസ്റ്റേഴ്സ് എന്നുള്ള പേരിൽ പണ്ട് വളരെ പ്രശസ്തരായിരുന്നു, പാടിയിരുന്നു. ശമ്മൻകുടി സ്വാമിയുടെയൊക്കെ ഡിസൈപ്പിൾസ് ആയിരുന്നു. വല്യമ്മമാരാണ് പാട്ട് പറഞ്ഞു തന്നിരുന്നത്. അമ്മയും സമയം കിട്ടുമ്പോൾ എനിക്ക് പാട്ട് പറഞ്ഞു തരുമായിരുന്നു, കോളേജിലെ സമയമൊക്കെ കഴിഞ്ഞിട്ട്. പൊതുവേ വീട്ടിലൊരു സംഗീതത്തിൻ്റെ ഒരു വല്ലാത്തൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. എപ്പോഴും പാട്ട് പാടുക, അത് കേൾക്കുക, അവർ പാടുന്ന കേൾക്കുക. പിന്നെ അന്ന് റേഡിയോയിൽ കൂടെ പാട്ട് വരുമ്പോൾ അത് വല്യമ്മമാർ അമ്മയൊക്കെ പാട്ട് അക്ഷരം എഴുതിയെടുത്തിട്ട് അടുത്ത പ്രാവശ്യം കേൾക്കുമ്പോൾ വീണ്ടും നൊട്ടേഷൻ എഴുതിയെടുത്ത് അങ്ങനെ എനിക്ക് പറഞ്ഞു തരുന്നത്. എനിക്ക് ചില പാട്ടിലൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. ഗുരുവായൂരമ്പല നടയിൽ എന്ന പാട്ട് ഒരിക്കലും കേൾക്കണേ എഴുതിയെടുത്തു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം കേൾക്കുമ്പോൾ ഗ ഗ പ പ ദ ദ ദ സ സ സ സ എന്ന് ഇവർക്ക് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ മുകളിൽ നൊട്ടേഷൻ എഴുതിയെടുക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ അവർ ശ്രദ്ധിച്ചിരുന്നു. പിന്നെ ഇവർ രണ്ടുപേരും ആകാശവാണിയിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ കൂടെ പോയിട്ട് ഈ ലോങ് പ്ലേ റെക്കോർഡ് കേൾക്കാനായിട്ട് അവിടെ പോകും, പുതിയ പാട്ടിൽ വരുന്നത് കേൾക്കാനായിട്ട്. അപ്പോൾ അവർ ജോലി കഴിഞ്ഞാൽ അവർ എനിക്ക് ലോങ് പ്ലേ റെക്കോർഡ് കേൾപ്പിച്ച് തരുമായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു 2-3 വയസ്സുള്ളപ്പോഴാണ് ഈ ഏത് പാട്ടാ വീണു, ഒരു പാട്ട് കേട്ട കരിയായിരുന്നു. കിനാവിൻ്റെ കുഴിമാടത്തെ നിലാവത്ത് നിൽപ്പോരേ ഒരു തുള്ളി കണ്ണീരിൻ്റെ കഥന കഥലലാലേ. അത് കേട്ടപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടില്ല, ഒന്നുമില്ല. ആ ശോകഛായയുള്ള ആ പാട്ട്, ഇങ്ങനത്തെ ഏത് പാട്ടുകൾ കേട്ടാൽ കുട്ടിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരുമായിരുന്നു. അന്നേ അത് മനസ്സിലിങ്ങനെ ശരിക്കും പതിയണ ഒരു ഇതായിരുന്നു. ആറന്മുള പൊന്നമ്മ അമ്മൂമ്മ ഒരിക്കലും വീട്ടിൽ ചേച്ചിമ്മയുടെ കുറച്ച് സീനിയറായിട്ട് അക്കാഡമി പഠിച്ചതാണ്. അപ്പോൾ ഒരിക്കൽ കാണാനായിട്ട് വന്നു. അപ്പോൾ കാണാനായിട്ട് വന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഇവിടെ ചേച്ചിമ്മ ഇരിക്കുന്ന അതേ സ്ഥലത്ത് ഇരിക്കുകയാണ്, ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. കുട്ടിയാണ് പാട്ട് പാടുന്നത്. പറഞ്ഞ എന്നെ കായാമ്പൂ. എനിക്കിപ്പോഴും പൊന്നമ്മ അമ്മൂമ്മ എന്നെ കാണുമ്പോൾ അത് പറയാറുണ്ട്, അന്ന് പാടിയാണ് എനിക്കിപ്പോഴും ഓർമ്മ എന്ന് പറയാറുണ്ട്. ആദ്യത്തെ സംഗീത പരിപാടി എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത്, ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു അല്ലേ ചേച്ചിമ്മ? ഞാൻ 7ൽ പഠിക്കണം. ഞങ്ങളുടെ ബന്ധുവാണ് സുജാത, പാടുന്ന ഗായിക. അപ്പോൾ അന്ന് ബേബി സുജാത വളരെ പ്രശസ്തയാണ്. സുജു ഇവിടെ ദാസേട്ടൻ്റെ പരിപാടിക്ക് വരുമ്പോൾ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ തന്നെ കേശവൻ നായർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മകളുടെ കമലപ്രഭയുടെ കല്യാണം, അത് തിരുവനന്തപുരം പ്രിയദർശിനി ഹാളിലാണ്. അന്ന് ഒരു ഗാനമേളയായിട്ട് കുട്ടികളുടെ ഗാനമേള അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ ചേച്ചി പറയുന്നത് അതിലാണ് വേണു ആദ്യമായിട്ട് സ്റ്റേജിൽ ഗാനമേള എന്നുള്ള നിലയിൽ പാടുന്നത് സുജുവിൻ്റെ കൂടെ. ചക്രവർത്തിനി അല്ലേ അന്ന് പാടിയത്. എല്ലാവർക്കും അതിശയമായിരുന്നു. അപ്പം സുജുവിനും വലിയ സന്തോഷമായി, വേണുചേട്ടും കൂടെ ഉണ്ടല്ലോ. അങ്ങനെ ആ ഒരു പരിപാടി വളരെ ഭംഗിയായിട്ട് പാടി എല്ലാവരും വളരെ സന്തോഷിക്കുകയും ചെയ്തു. ഫസ്റ്റ് അല്ലേ സമ്മാനം കിട്ടിയത്. ആ പാട്ടാണ് അന്ന് പാടിയത്. സത്യമായിട്ട് പാടി. കണ്ണന്റെ ചുംബന പൂമധു നുകർന്നവളേ. രാധാകൃഷ്ണൻ ചേട്ടനാണ് അതിൻ്റെ സംഗീതം. ജീവിതത്തിൽ ആദ്യമായിട്ട് ഏതെങ്കിലും ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുക എന്ന് പറയുന്നത് അത് ഇതാണ് ആദ്യത്തെ ക്ലാസ് റൂം. ഇത് കാർമൽ കോൺവെന്റ് തിരുവനന്തപുരത്ത്. ഇവിടെ നഴ്സറി ക്ലാസ്സിൽ ഞാനും നാഗേഷും, ഞങ്ങൾ നഴ്സറി മാത്രമല്ല, ഞങ്ങൾ നഴ്സറി മുതൽ 10ാം ക്ലാസ് വരെ ഒരുമിച്ച് ഒരേ ക്ലാസ്സിൽ 12 കൊല്ലം പഠിച്ചവരാണ്. നാഗേഷ് തിരുവനന്തപുരത്ത് അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടറാണ്.
നാഷ് എന്ത് പറയുന്നത് അന്ന് ആദ്യമായിട്ട് ഈ ക്ലാസ്സിൽ വരുമ്പോൾ നമുക്കുണ്ടായ ഒരു എൻ്റെ വീട് തൊട്ടടുത്താണ് ഇവിടെ. അപ്പം ജഗതിയിൽ സ്കൂളിൽ പോകുന്ന ഒരു എഫക്റ്റ് വരാറില്ല. എൻ്റെ തൊട്ട് സ്കൂളിൽ തന്നെ വീട്ടിൽ തന്നെ കളിക്കുന്ന ഒരു പ്രതീതി തന്നെയായിരുന്നു ഈ സ്കൂളിൽ വന്നപ്പോഴുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തൊട്ടേ ഉണ്ടായിരുന്ന ഒരു സുഹൃത്താണ് ജി വേണുഗോപാൽ. വേണുഗോപാൽ അന്ന് തൊട്ടേ ക്ലാസ്സിൽ പാടാനും കവിത പറയാനും എല്ലാം നല്ല സ്മാർട്ടായിട്ട് നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് വേണുഗോപാൽ. ഞങ്ങൾ എത്ര വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഞങ്ങളുടെ പഴയ ഓർമ്മകൾ ഇങ്ങനെ ആയവരൊക്കെയാണ്. എപ്പോഴും ഇതിന് മുകളിലാണ് രണ്ടാമത്തെ മൂന്നാമത്തെ ക്ലാസ്സുകൾ. അപ്പോൾ എനിക്ക് ഈ ഒരു ഫ്ലോറും ഇതിൻ്റെ മുകളിലത്തെ ഒരു ഫ്ലോറും ഉണ്ടായിരുന്നുള്ളൂ. 4ാം ക്ലാസ് വരെ ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും. അതിനുശേഷം 4ാം ക്ലാസ് ഞങ്ങൾ ഫസ്റ്റ് ബാച്ച് 4ാം ക്ലാസ് ആയ ശേഷം ആൺകുട്ടികൾക്ക് ഒരു പ്രവേശനമില്ലാന്ന് വന്നപ്പോൾ ഞങ്ങൾ മോളെ സ്കൂളിലോട്ട് പോയതാണ്. ഇല്ലെങ്കിൽ നമ്മളത് വീണ്ടും കണ്ടിന്യൂ ഇവിടെ എല്ലാ രീതിയിലും കണ്ടിന്യൂ ചെയ്തതാണ്. അങ്ങനെ ആദ്യത്തെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സാധനം ഉറപ്പിച്ച ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഇതാണ്. ശരിക്കും ഒരിക്കലും മറക്കാനും പറ്റത്തില്ല. ഒരിക്കലും മറക്കാൻ പറ്റില്ല. പഴയ പല ടീച്ചർ റോസി ടീച്ചറിനെ ആദ്യമായിട്ട് പാട്ട് ക്ലാസ്സിലിരുത്തി പാടിപ്പിക്കുന്നത്, എഡിറ്റ് നിന്നിട്ട് ഇരുത്തിയിട്ടില്ല, ടീച്ചർ നിൽക്കുന്നു നമ്മൾ നിൽക്കുന്നു, എന്നിട്ട് കുട്ടികളെ ഫേസ് ചെയ്തിട്ട് പാടുന്ന ആ ഓർമ്മയൊക്കെ ഇപ്പോഴും ഓർമ്മ. അന്നത്തെ സിസ്റ്റർ കെട്രീന. കാർമൽ കോൺവെന്റിൽ 4ാം ക്ലാസ് പൂർത്തിയാക്കിയ ശേഷം 5 മുതൽ 10 വരെ ഞാനിവിടെ തിരുവനന്തപുരം മോഡൽ ഹൈസ്കൂളിലാണ് പഠിക്കുന്നത്. ആദ്യമായിട്ട് വിദ്യാർത്ഥിയായിട്ട് വരുമ്പോൾ സ്കൂളിലെ അസംബ്ലി ഞാൻ ഒരു വിദ്യാർത്ഥിയായിട്ട് താഴെ നിൽക്കുന്നു. ഇവിടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ, ഡിപ്പാർട്ടിംഗ് സ്കൂൾ ലീഡർ. അന്ന് സ്കൂളിൽ നിന്ന് ഔട്ട് ഗോയിങ് സ്കൂൾ ലീഡർ എന്ന് പറയുന്നത് സുധീർ കുമാറാണ്. അദ്ദേഹത്തിൻ്റെ പേര് സുധീർ കുമാർ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, മണിയൻപിള്ള രാജു എന്ന് പറഞ്ഞാലാണ് ഇപ്പോഴുള്ളവർക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുക. 6 വർഷത്തോളം മോഡൽ സ്കൂളിൽ പഠിച്ചു. അന്ന് പ്രശസ്തരായ പലരും എന്നോടൊപ്പവും എന്നെക്കാട്ടിലും സീനിയറായിട്ട് പഠിച്ചവരിൽ ഉൾപ്പെടുന്നു. മോഹൻലാൽ ഒക്കെ എൻ്റെ സീനിയറായിരുന്നു അന്ന്. അതിനും സൂപ്പർ സീനിയേഴ്സ് ആയിട്ടുള്ളവരായിരുന്നു ജഗദീഷ്, മണിയൻപിള്ള രാജു, വേണു നാഗവള്ളി മുതലായവരെല്ലാവരും. തിരുവനന്തപുരം മോഡൽ സ്കൂളിലെ എൻ്റെ ജീവിതം 1976 വരെ 5 വർഷം, 10ാം ക്ലാസ് തീരുന്നവരെ. ആ ഒരു വർഷം വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം 76-ലാണ് ഞാൻ ആദ്യമായിട്ടൊരു സംഗീത മത്സരത്തിൽ ഓൾ കേരള തലത്തിൽ, അത് യുവജനോത്സവം ആയിരുന്നു, സ്കൂൾ യുവജനോത്സവം, കോഴിക്കോട്ട് വെച്ച് നടക്കുന്ന സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ ലൈറ്റ് മ്യൂസിക്കിന് 1ാം സ്ഥാനം നേടുന്നത്. അന്ന് അങ്ങനെ സമ്മാനം കിട്ടിയതിന് ശേഷം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഇവിടെ ഈ അസംബ്ലി കുട്ടികളെ അഡ്രസ്സ് ചെയ്യുന്ന ഹെഡ് മാസ്റ്ററിൻ്റെ മൈക്കിൽ നിന്ന് ഞാൻ കുട്ടികളെ ഫേസ് ചെയ്ത് പാടുന്ന ഒരു ഓർമ്മ എനിക്കുണ്ട്. അതെല്ലാം ഈ ഒരു അങ്കണമായിട്ട് ചുറ്റിപ്പറ്റിയിട്ടുള്ള ഓർമ്മകളിൽ പെടുന്നു. കോളേജ് സമയത്ത് യുവജനോത്സവ വേദിയിൽ ഞാൻ ആദ്യമായിട്ട് പാടുന്നത് 1977. അത്ര സുഖകരമായിട്ടുള്ളൊരു ഓർമ്മയല്ല അത്. അതെന്ന് മാത്രമല്ല, ഈ സംഗീത രംഗത്തുള്ള എൻ്റെ ആദ്യത്തെ ധാരാളം ഓർമ്മകൾ അത്ര സുഖകരമല്ല, കയ്പ് നിറഞ്ഞ ധാരാളം അനുഭവങ്ങളുണ്ട്. അന്ന് തിരുവനന്തപുരം ഗവൺമെൻറ് ആർട്സ് കോളേജിൽ ഞങ്ങൾ പ്രീ ഡിഗ്രിക്ക് വിദ്യാർത്ഥികൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ കലാപരമായിട്ട് താല്പര്യമുള്ള കുറച്ച് വിദ്യാർത്ഥികൾക്കെല്ലാം ഞങ്ങൾക്ക് വേണ്ട എല്ലാ മാർഗ്ഗനിർദ്ദേശവും തന്നിരുന്ന സാറാണ്. സാറിന് പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലിന് ആവശ്യമില്ല. അലിയാർ കുഞ്ഞു സാറ് ഞങ്ങളോടൊപ്പം കോമ്പറ്റീഷന് വരികയും ഞങ്ങളെ അവിടെ കോമ്പറ്റീഷൻ മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുകയും തിരിച്ച് ഞങ്ങളെ അതുപോലെ കൊണ്ടുവരികയൊക്കെ ചേരുന്നത്. വേണു പറഞ്ഞതുപോലെ ആദ്യത്തെ അനുഭവം വളരെ മോശമായിരുന്നു. അത് വേണുവിൻ്റെ കുഴപ്പമല്ല. പാട്ടിന് വേണുവിന് സമ്മാനം കിട്ടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ സംഭവിച്ചത് ഏതാണ്ട് വൈകുന്നേരമായപ്പോഴായിരുന്നു വേണുവിൻ്റെ ഊഴം വന്നത്. വേണു പാടിയത് ഘനശ്യാമ സന്ധ്യാഹൃദയം എന്ന പാട്ടാണ്. ആദ്യത്തെ ഒരു വരി പാടിയത് മാത്രമേ ഓർമ്മയുള്ളൂ. ഒരു വരി പൂർത്തിയാക്കിയോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോഴേക്ക് കുട്ടികളുടെ ഇടയിൽ നിന്ന്, കാണികളുടെ ഇടയിൽ നിന്ന് കൂവൽ തുടങ്ങി. പാട്ട് മോശമായിട്ട് കൂവിയതല്ല, ആ പാട്ട് പാടുന്ന 11ാമത്തെയോ മറ്റോ പാർട്ടിസിപ്പൻ്റ് ആയിരുന്നു വേണു. ആ പാട്ടിൻ്റെ ആദ്യ വരി തുടങ്ങിയപ്പോൾ തന്നെ കൂവലായി. പിന്നെ ഈ ജഡ്ജസ് പോലും ഈ പാട്ട് കേട്ടിട്ടില്ല. അവിടെ നിന്ന് വളരെ സങ്കടത്തോടു കൂടി ഇറങ്ങി വന്ന വേണുവിൻ്റെ മുഖം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. വേണുവിനെ അന്ന് ഞാൻ സമാധാനിപ്പിച്ചു, വേണു വിഷമിക്കണ്ട, ഇനി എത്രയെങ്കിലും വർഷം വേണുവിന് ഈ സമ്മാനം കിട്ടും. പിന്നെ കുറച്ച് നാൾ വേണുവിന് പാടാൻ പറ്റാതെ ശബ്ദത്തിന് എന്തോ ചെറിയ പ്രശ്നം വന്നിട്ട് കുറച്ച് നാളൊന്ന് വിട്ടു നിന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് വന്ന യൂണിവേഴ്സിറ്റി ഫെസ്റ്റിവലുകളിൽ ഇതിൻ്റെ മൊത്തം നടത്തിപ്പുകാരൻ, ഇതിൻ്റെ കൺവീനറായിട്ട് ഞാൻ ഇരിക്കെ തന്നെ 1ലധികം പ്രാവശ്യം നിരന്തരമായിട്ട് തുടരെയുള്ള വർഷങ്ങളിൽ വേണുവിന് സമ്മാനം കിട്ടിയത് എനിക്ക് ഓർമ്മയുണ്ട്. ആ കുട്ടികളെ കൊണ്ട് അങ്ങോട്ട് പോയതും തിരിച്ച് ട്രെയിനിൽ വരുമ്പോൾ ഇവരെല്ലാം കൂടി ഉത്സാഹത്തോടു കൂടി ഈ ദുഃഖമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പാട്ട് പാടിയതും, ജനറൽ കമ്പാർട്ട്മെൻറ്റിലെ എല്ലാവരെയും പാട്ടുപാടി അവരുടെ ഒരു സന്തോഷിപ്പിച്ചതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്, ഏതാണ്ട് 12 വയസ്സുണ്ടെന്ന്, ഒരു ഗുരുവിൻ്റെ അടുത്ത് പാട്ട് പഠിപ്പിക്കണമെന്ന് വീട്ടുകാർ തീരുമാനിക്കുകയും ആകാശവാണിയിൽ അന്ന് സംഗീത വിഭാഗത്തിലെ ചീഫ് പ്രൊഡ്യൂസറായിരുന്ന ചേർത്തല ഗോപാൽ നായർ സാറിൻ്റെ അടുത്ത് തന്നെ അയക്കുകയും
ചെയ്തു. അപ്പോൾ പാട്ട് പഠിക്കുന്നതിന് മുമ്പ് സാറിന് പാട്ടൊന്ന് കേൾക്കണം കുട്ടിയുടെ, എത്രത്തോളം ടേസ്റ്റ് ഉണ്ടെന്ന് അറിയാനായിട്ട്. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ തെക്കാട്ടുള്ള വീട്ടിൽ വരികയും, അന്ന് എൻ്റെ സമപ്രായക്കാരനാണ് ശ്രീറാം, അദ്ദേഹത്തിൻ്റെ മകനാണ്. അന്ന് ഞാൻ വന്ന് അദ്ദേഹത്തിന് ഒരു പാട്ട്, 2 പാട്ട് പാടി കേട്ടു. ഏത് പാട്ട് ആണ് വേണുവിന് ഓർമ്മയുണ്ടോ അന്ന് പാടിയത്? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സുഖമെവിടെ ദുഃഖമെവിടെ സ്വപ്നമരീചിക മാഞ്ഞു കഴിഞ്ഞാൽ ആശയെവിടെ നിരാശയെ. അതും എനിക്കൊന്ന് ഹർഷഭാഷ്പം തൂക്കി രണ്ടാമത്. രണ്ടുമാണ്. അപ്പോൾ ഇത് വേണു അവിടെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്തെ വേണുവിൻ്റെ അമ്മ, വല്യമ്മ, എൻ്റെ അമ്മ. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, അയ്യോ എന്ത് അസലായിട്ട് പാടണം. അതൊക്കെ നല്ല ഓർമ്മയുണ്ട്. അതൊക്കെ ഇന്നലെ നടന്നതുപോലെ മനസ്സിൽ തോന്നുന്നു. ഞാൻ മോഡൽ സ്കൂളിൽ പോകുന്ന അതിന് തൊട്ട് മുമ്പായിട്ട് സാറിൻ്റെ വീട്ടിൽ വരെയും കുറച്ച് സമയം പഠിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ സ്കൂളിലേക്ക് പലപ്പോഴും ഒരുമിച്ച് മോഡൽ സ്കൂളിലേക്ക് നടന്ന് പോകുമായിരുന്നു. അന്നത്തെ ആ ഓർമ്മകളൊക്കെ പലപ്പോഴും ഇവിടെ വന്നിരിക്കുമ്പോൾ പഴയ പാട്ട് സാറ് പറഞ്ഞത്. കാരണം സാറ് അന്ന് ധാരാളം മലയാള കീർത്തനങ്ങൾ സാറ് സംഗീതം നൽകി സാറ് തന്നെ കമ്പോസ് ചെയ്യുന്നു. അതിലൊരു കീർത്തനം പാഹി പാഹി പാവനാങ്കി, KC കേശവപിള്ളയുടെ പൂർവ്വി കല്യാണി രാഗത്തിൽ. പഴയ ഒരു സ്മരണയ്ക്ക് നമുക്ക് അതൊന്ന് ഒരുമിച്ച് പാടാം. പാഹി പാഹി പാവനാങ്കി പാർവതി കൃപാവതി, 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 പാഹി പാഹി പാവനാങ്കി. സാറ് ശ്രുതി വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. അതായത് സംഗീതത്തിന് വളരെ ഫൈനറായിട്ടുള്ള ആസ്പെക്റ്റുകളെല്ലാം സാറിന് വളരെ ശ്രദ്ധയായിരുന്നു. അന്ന് നമ്മുടെ കൂടെ പലരും പഠിച്ച ഓർമ്മയില്ലേ? MG ശ്രീകുമാർ നമ്മളോട് കുറച്ചാൾ വന്നിരുന്നു. MG ശ്രീകുമാർ, ശ്രീകുട്ടൻ പറഞ്ഞിട്ടുള്ളത് ഈ ഇനിയും വന്നിരുന്ന ചെണ്ട വരിശ പാടണമല്ലോ എന്ന് വെച്ചിട്ട് ഓടിക്കളയുമായിരുന്നു ക്ലാസ്സിൽ വരാതെ. അതുപോലെ രവി വെള്ളത്തോട് നമ്മുടെ വളരെ സീനിയറാണ്. പിന്നെ വേണു നാഗവള്ളി, ഞാനുള്ളപ്പോൾ വേണിച്ചേട്ടൻ വന്നിട്ടില്ല, വേറെ ക്ലാസ്സിലാണ്. പിന്നെ ഇപ്പോൾ നമ്മുടെ കല്യാണി എന്ന ഗായികയുടെ അച്ഛൻ ഗണേഷ്, അവരൊക്കെ ഒരു ബാച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബാച്ച്.